ഉടുവൂരിൽ എസ്ഐക്ക് മർദ്ദനമേറ്റ കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. കുറവലങ്ങാട് സ്റ്റേഷനിലെ എസ്ഐ KV സന്തോഷിനെ മർദ്ദിച്ച കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മർദ്ദനമേറ്റ എസ്ഐ KV സന്തോഷിന്റെ കർണപുടത്തിന് തകരാറുണ്ടായി. ഉടുവൂരിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് തല്ലിയതറിഞ്ഞെത്തിയപ്പോഴാണ് ചിലർ പോലീസിന് നേരെ തിരിഞ്ഞത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മനസ്സിലാക്കുന്നു ഉഴുവൂരിലെ ആ സ്കൂളില് 10ാം ക്ലാസ് വിദ്യാർത്ഥികളും +1 വിദ്യാർത്ഥികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് പിന്നീട് പുറത്തേക്ക് ആ അടി വ്യാപിക്കുന്നു. അതിലെവിടെ എങ്ങനെയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ സ്ഥലത്തേക്ക് എത്തുന്നത്? ഈ പ്രശ്നം പോലീസിന് നേരെ തിരിയാനുള്ള കാരണം എന്താണ്? ഈ സ്കൂൾ വിടുന്നതിന് മുൻപ് തന്നെ ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഏർപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് പ്രാദേശികമായ ഡിവൈഎഫ്ഐയുടെ ഉൾപ്പെടെ പ്രവർത്തകർ അവിടെ എത്തിയത്. വള്ളിച്ചിറ വലവൂർ മേഖലയിൽ നിന്നുള്ളവരാണ് നിരവധി പേർ എത്തിയിരുന്നു. ഇത് സംഭവം പുറത്ത് ഏതാണ്ട് 4:40 സ്കൂൾ വിടുന്ന സമയത്ത് ഈ സംഘർഷം ഉണ്ടാകുകയും വിവരമറിഞ്ഞ് കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഈ സംഘർഷത്തിൽപ്പെട്ടവരെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ 3 പേർ ഈ പോലീസിനെ മർദ്ദിച്ചു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുമായുള്ള സംഘർഷത്തിൽ മറ്റു നിരവധി പേർക്ക് പങ്കുണ്ട്. അതുകൂടാതെ പോലീസിനെ മർദ്ദിച്ച 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. പള്ളിച്ചിറ പനന്തോട്ടത്തിൽ വീട്ടിൽ അനന്തു തങ്കൻ, പാല വെള്ളം കുന്നേൽ വീട്ടിൽ ആദർശ് സുരേന്ദ്രൻ, വലവൂർ സ്വദേശി മാന്തോട്ടത്തിൽ അനന്തു എന്നിവരെയാണ് കുറവലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ 3 പേർ പോലീസിനെ മർദ്ദിച്ചു എന്നുള്ളതാണ്. ഈ സംഘർഷത്തിൽ കുറവലങ്ങാട് SI KV സന്തോഷിന്റെ കർണപുടം തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹം നിലത്ത് കിടക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മളിപ്പോൾ കാണിക്കുന്നതിലുണ്ട്. തുടർന്ന് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും വലിയൊരു സംഘർഷം, അതിൽ പോലീസിനെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഈ സംഘർഷം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളും മറ്റും ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. അവർക്കും മർദ്ദനം ഏറ്റിരുന്നു. എന്തായാലും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു കുട്ടികൾ തമ്മിൽ പലയിടത്തും സംഘർഷം നമ്മൾ ഈയിടെയായി കൂടുതലായി കണ്ടുവരാറുണ്ട്. അതിനിടെ പുറത്തുനിന്നൊരു സംഘം കൂടി എത്തി ഈ സംഘർഷത്തിന്റെ ഭാഗമാകുന്നു. അത് പോലീസിനെ ഉൾപ്പെടെ മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഈ കുറവലങ്ങാട് സംഭവത്തിൽ. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, പുറത്തുനിന്നെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നോ? ഇപ്പോൾ ഈ SIയെ മർദ്ദിച്ച കേസിൽ മാത്രമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷത്തിൽ നിരവധി ആളുകളെ കാണാൻ കഴിയും. അവർക്കെതിരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയമപരമായ നടപടി, അവർക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഈ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഈ 3 പേരെ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും സംഘർഷത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഇത് ഇടപെട്ട് ശാന്തമാക്കാൻ ശ്രമിക്കുന്ന പോലീസിന് നേരെ ചില വാക്കേറ്റങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് അതിനപ്പുറം അതിര് കവിഞ്ഞ് അവരെ മർദ്ദിക്കുന്നു, അവരുടെ ഒരാളുടെ ചെവിയുടെ കർണപുടം തന്നെ അടിച്ച് തകർക്കുന്നു. അത്രത്തോളം ഒരു ഗുരുതര സംഭവമായിട്ടാണ് പോലീസ് ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ ഈ ഒരു തുടർ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയത്. എന്തായാലും ഇവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളുമായി പോകുന്നു. മറ്റ് ഈ സംഘർഷത്തിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലും തുടർ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടോം. G ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ഉഴുവൂരിലാണ് SIക്ക് നേരെ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ SIക്ക് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മർദ്ദനമേറ്റ SI KV സന്തോഷിന്റെ കർണപുടത്തിന് തകരാറുണ്ടായി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.